നമസ്കാരം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിക്ഷൻ മിസ്റ്ററി സ്റ്റോറീസ് ബൈ ഗൗരി. ഈ പേജിൽ ഷെയർ ചെയ്യുന്ന കഥകളും കഥാപാത്രങ്ങളും എൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് സ്റ്റോറി നമ്പർ 3, ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷമുള്ള ജീവിതം. അന്ന് ഏറെ കാലത്തിന് ശേഷം മഴ ശക്തിയായി പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു. റോഡിൽ വീണ മഴത്തുള്ളികൾ വാഹനങ്ങളുടെ ലൈറ്റിൽ മിന്നിമറഞ്ഞു. നഗരത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അമൽ. അവൻ ബൈക്കിന്റെ വേഗത്തെ കുറിച്ച് ഫോൺ എടുത്തു. ഫോണിൽ അമ്മ കോളിംഗ്. അവൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഫോൺ എടുത്തു. എവിടെയാ മോനെ? വഴിയിലാണമ്മേ. 10 മിനിറ്റ്. ശ്രദ്ധിച്ചു വാ, മഴ കൂടുന്നുണ്ട്. ശരി അമ്മേ. അതായിരുന്നു അവരുടെ അവസാനത്തെ സംഭാഷണം. അടുത്ത നിമിഷം എതിർവശത്തു നിന്ന് വന്ന ലോറിയുടെ ഹെഡ്ലൈറ്റ് കണ്ണിൽ പതിഞ്ഞ് ബ്രേക്കിന്റെ കരച്ചിൽ, മഴയിൽ തെന്നിപ്പോയ ബൈക്ക്, ഒരു വലിയ ശബ്ദം, പിന്നീട് നിശബ്ദത. അമൽ പതുക്കെ കണ്ണു തുറന്നു. തണുത്ത കാറ്റ് ശരീരത്തിലൂടെ കടന്നു പോകുന്ന പോലെ തോന്നി. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നത് അവൻ കണ്ടു. ആരെയോ ആക്സിഡന്റ് ആയി, ആംബുലൻസ് വിളിക്ക്. അമൽ ആശയക്കുഴപ്പത്തോടെ മുന്നോട്ട് നടന്നു. പിന്നീട് അവന്റെ കണ്ണുകൾ റോഡിലേക്ക് തിരിഞ്ഞു. അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവനെ തന്നെയായിരുന്നു കണ്ടത്. അമലിന്റെ ഹൃദയം നിശ്ചലമായി. ഇതെങ്ങനെ? അവൻ നിലവിളിച്ചു, പക്ഷെ ആരും കേട്ടില്ല. അവൻ ഒരാളെ തൊടാൻ ശ്രമിച്ചു. കൈകൾ അവരുടെ ശരീരത്തിലൂടെ കടന്നുപോയി. ഭയം അവനെ പിടിച്ചു കുലുക്കി. ആംബുലൻസ് വന്നു. ശരീരമെടുത്തു. ആളുകൾ കരഞ്ഞുകൊണ്ടോടി. എന്നാൽ അമൽ അവിടെ ഉണ്ടായിരുന്നു. ജീവനുള്ളവരെ പോലെ എല്ലാം കാണുന്ന ഒരു അദൃശ്യ നിഴലായി. ആശുപത്രിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും, അവന്റെ അമ്മ, അച്ഛൻ, ആ ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ ഡോക്ടർ മന്ദമായി പറഞ്ഞു, സോറി, അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വി ലോസ്റ്റ് ഹിം. അമ്മയുടെ കരച്ചിൽ ആ മുറി മുഴുവൻ നിറച്ചു. അച്ഛൻ മതിലിൽ ചാരി നിശബ്ദമായി നിന്നു. കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കരഞ്ഞില്ല. അമൽ അവരുടെ അരികിലേക്ക് ഓടി. അമ്മേ, ഞാനിവിടെ തന്നെയുണ്ട്. അച്ഛാ, ഞാനിവിടെ തന്നെയുണ്ട്. ഞാൻ എങ്ങും പോയിട്ടില്ല. പക്ഷെ അവർക്കാർക്കും അവനെ കേൾക്കാനായില്ല. അമ്മ അമലിന്റെ തണുത്ത കൈ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം അമൽ മനസ്സിലാക്കി, അവൻ ഇനി ജീവനുള്ളവരുടെ ലോകത്ത് ഇല്ല. ശവസംസ്കാര ദിവസം ഗ്രാമം മുഴുവൻ വീട്ടിൽ നിറഞ്ഞിരുന്നു. അമലിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിയിരുന്നു. സുഹൃത്തുക്കൾ കരയുന്നുണ്ടായിരുന്നു. അയൽക്കാർ അവന്റെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കുഞ്ഞൻ സഹോദരി അനു ഒരു കോണിൽ മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമൽ അവളുടെ അടുത്തേക്ക് നടന്നു. അമൽ മന്ദമായി പറഞ്ഞു, ചേട്ടാ, നീ എന്നെ വിട്ട് പോയല്ലോ. അമലിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. നാളെ സംസാരിക്കാം, പിന്നീട് കാണാം എന്നായിരുന്നു പതിവ്. പക്ഷെ ആ നാളെ ഒരിക്കലും വന്നില്ല. ദിവസങ്ങൾ കടന്നു. എന്നാൽ അമലിന് എവിടേക്കും പോവാൻ കഴിഞ്ഞില്ല. അവൻ വീട്ടിൽ തന്നെ കുടുങ്ങി. രാത്രികളിൽ അമ്മ ഒറ്റയ്ക്ക് കരയുന്നത് അവൻ കണ്ടു. അച്ഛൻ പഴയ ഫോട്ടോകൾ നോക്കി നിശബ്ദമായി ഇരിക്കുന്നത് കണ്ടു. ഒരു ദിവസം അനു അമലിന്റെ പഴയ ഫോൺ എടുത്തു. അതിൽ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. അമ്മേ, ഈ മാസം ശമ്പളം കിട്ടിയാൽ നമുക്ക് യാത്ര പോകാം. അമ്മ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു. അമലിന്റെ ഉള്ളിൽ കുറ്റബോധം വിടർന്നു. ജീവിച്ചിരിക്കുമ്പോൾ പറയാതെ പോയ സ്നേഹമാണ് ഇപ്പോൾ അവനെ പിടിച്ചു നിർത്തുന്നത് എന്ന് അവന് മനസ്സിലായി. ആ രാത്രി വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അമൽ പുറത്തേക്ക് ഇറങ്ങി. മഴ നിന്നിരുന്നു. ആകാശത്തെന്തോ അസാധാരണമായ വെളിച്ചം അവൻ കണ്ടു. പെട്ടെന്ന് അവന്റെ മുന്നിൽ ആ വെളിച്ചത്തിനുള്ളിൽ നിന്നും ഒരു വയോധികൻ പുറത്തു വന്നു. വെള്ള വസ്ത്രം, ശാന്തമായ മുഖം. നിനക്ക് ഇവിടെ കുടുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം പറഞ്ഞു. ആരാണ് നിങ്ങൾ? പോകാൻ കഴിയാത്ത ആത്മാക്കൾക്ക് വഴി കാണിക്കുന്ന ഒരാൾ. അമൽ ഭയത്തോട് ചോദിച്ചു.
ഞാൻ മരിച്ചോ ശരിക്കും? വയോധികൻ ചെറുപുഞ്ചിരിയോട് തലകുനിക്കുക. മരണം അവസാനമല്ല അമലേ, ചിലർക്കത് ഒരു തുടക്കമാണ്. എന്നാൽ എനിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം നിനക്ക് നിന്റെ ഹൃദയം ഇപ്പോഴും ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അമൽ മിണ്ടാതെയായി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ പറയാതെ പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത സ്നേഹം, അതാണ് ആത്മാക്കളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അടുത്ത ദിവസം രാത്രി അമ്മ ഉറക്കത്തിൽ അമലിനെ കണ്ടു. അവൻ പഴയ പോലെ ചിരിക്കുകയായിരുന്നു. അമ്മേ, അവൾ കണ്ണുനീരോട് ചോദിച്ചു. എന്തിനാ മോനെ പോയത്? അമൽ പതുക്കെ അവളുടെ കൈ പിടിച്ചു. ഞാൻ പോയിട്ടില്ല അമ്മേ, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. എനിക്ക് നിന്നെ കാണണം. കരയേണ്ട അമ്മേ, ഞാൻ സന്തോഷത്തിലാണ്. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. മുറിയിൽ മന്ദമായൊരു സുഗന്ധം നിറഞ്ഞു. അമലിൻ്റെ ഇഷ്ടപ്പെട്ട പെർഫ്യൂമിൻ്റെ മണം. അമ്മ ആദ്യമായി ചെറുതായി പുഞ്ചിരിച്ചു. ആ നിമിഷം അമലിൻ്റെ ചുറ്റുമുള്ള ഇരുട്ട് മൂടാൻ തുടങ്ങി. അവൻ്റെ മുന്നിൽ വീണ്ടും ആ വെളിച്ചം തെളിഞ്ഞു. ഈ സമയം അത് കൂടുതൽ മനോഹരമായിരുന്നു. ദൂരെ ഒരിടത്ത് സംഗീതം പോലെ ഒരു ശബ്ദം. ശാന്തി. ഭയമില്ല, വേദനയില്ല. വയോധികന്റെ ശബ്ദം വീണ്ടും കേട്ടു. ഇപ്പോൾ നിനക്ക് പോകാം. അമൽ അവസാനമായി വീടിനെ നോക്കി. അമ്മ ഉറക്കത്തിലായിരുന്നു. അച്ഛൻ ജനലരികിലിരുന്ന് ആകാശം നോക്കുകയായിരുന്നു. അനു അമലിൻ്റെ ഫോട്ടോ ചേർത്ത് പിടിച്ച് ഉറങ്ങുകയായിരുന്നു. അമൽ ചെറുപുഞ്ചിരിയോടെ കണ്ണടച്ചു. ഞാൻ നിങ്ങളെ വിട്ട് പോകുന്നില്ല, രൂപം മാത്രമാണ് മാറുന്നത്. അവൻ്റെ ശരീരം പതുക്കെ വെളിച്ചത്തിൽ ലയിച്ചു. പിന്നീട് അവൻ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ ഒരു വിചിത്രമായ സമാധാനമുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ വിളക്ക് കത്തിച്ചു. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ ഒരു വിചിത്രമായ സമാധാനമുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ വിളക്ക് കത്തിച്ചു. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അവൾ മന്ദമായി പറഞ്ഞു. അച്ഛൻ ആദ്യമായി ചിരിച്ചു. ജനലിന് പുറത്തേക്ക് ഒരു കാറ്റ് വീശി. ആ കാറ്റിനൊപ്പം എവിടെയോ നിന്ന് അമലിൻ്റെ ചിരി കേൾക്കുന്നത് പോലെ തോന്നി. കാരണം ചില ബന്ധങ്ങൾ മരണത്തെക്കാൾ ശക്തമാണ്. ശരീരം മരിക്കാം, പക്ഷേ സ്നേഹം ഒരിക്കലും മരിക്കില്ല. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.